ഫാമിലി മെമ്പേഴ്സ് ആകാൻ പോകുന്ന ആൾക്കാർക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൽവാർ സ്യൂട്ടിൽ അത്യാവശ്യം ഹെവി ലുക്ക് തരുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കിങ്ങനെ ഒരുപാട് മേക്കപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ ഒരു സ്റ്റൈല് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല, കുറച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഭംഗിയാകാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഫേസ് വാഷ് ചെയ്യും കേട്ടോ. ഞാനെന്നല്ല, നമ്മൾ എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക. അപ്പം ഓയിലി ഫീലിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടും. പിന്നെ മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഹെയർ ഫുള്ള് ചടയെല്ലാം കളഞ്ഞിട്ടുണ്ടായിരിക്കണം. ഹെയറും ഫേസും സെറ്റാണെങ്കിൽ മാത്രമേ നമ്മൾ എത്രമാത്രം മേക്കപ്പ് എല്ലാം ചെയ്താലും നമുക്കൊരു കംഫർട്ടിലേക്ക് എത്തത്തുള്ളൂ. ഇനി അല്ല മേക്കപ്പ് മുഖത്തെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് മുടി മെല്ലെ അഴിച്ച് ചെയ്യാൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തീരെ മടിയാണ്, പിന്നെ ഫുള്ള് മൂടങ്ങ് പോയി എല്ലാത്തിനും. അതുകൊണ്ട് ആദ്യം തന്നെ ഞാനത് ചെയ്ത് സെറ്റാക്കി. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി മുടിയിൽ ചടയെല്ലാം കളഞ്ഞിട്ടുണ്ട്, ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ശേഷം ഡവിൻ്റെ മോയ്സ്ചറൈസറാണ്, നിങ്ങൾക്കറിയാലോ ഞാൻ ഡവിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യാറ് ഫേസിൽ. എനിക്കിത് എല്ലാ കാലാവസ്ഥയിലും എനിക്കിത് കംഫർട്ടബിൾ ആണ് കേട്ടോ അത്യാവശ്യം. അപ്പോൾ ഈ ഡവിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കയ്യിലേക്ക് നഖം വളർത്തിയേക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഈ ഒരു കണ്ടു. ഇപ്പോൾ ഈ ട്യൂബാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കും, ഇതിങ്ങനെ തുറന്നിട്ടൊക്കെ എടുക്കണം ഇങ്ങനെ കണ്ടോ. ഈ ഒരു പ്രശ്നമില്ല, പക്ഷേ ഇങ്ങനെ സംഭവം അടിപൊളിയാണ് കേട്ടോ. മിക്കത് ഇങ്ങനെ തന്നെയാണ് വരുന്നതെന്ന് തോന്നുന്നില്ല. എന്നാലും എനിക്ക് ട്യൂബിലുള്ളതാണ് കുറച്ചുകൂടി ഇഷ്ടം, പക്ഷേ ഡവ് ട്യൂബിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ ഇത്ര ആട്ടോ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസിങ് ആണോ കംഫർട്ടബിൾ അത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് അപ്ലൈ ചെയ്തത് കണ്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് കണ്ണാടി നോക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഈ മുടിയൊക്കെ കെട്ടി വെക്കുമായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. പൗഡറാണെങ്കിൽ പൗഡർ, ഇനി അല്ല എന്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ, ഒന്ന് സെറ്റ് ആവുന്ന വരെ. അപ്പം അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കതെല്ലാം കണ്ടുപിടിച്ചേക്കാം. ചിലപ്പോൾ ഇപ്പം ക്ലിപ്സുകളാണെന്നുണ്ടെങ്കിലും കാര്യം പറഞ്ഞാൽ ക്ലിപ്സിന് എനിക്ക് ഇട്ട് വെക്കാൻ ഒരു ബോക്സ് എല്ലാം ഉണ്ട്, പക്ഷേങ്കിൽ ക്ലിപ്സ് പല സ്ഥലത്തായിരിക്കും. ഇപ്പോൾ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും, അല്ലെങ്കിൽ കുളിക്കാൻ പോകുന്നിടത്ത് അവിടെ ആയിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കുത്തി വെച്ച് ലാസ്റ്റ് ഒരു ക്ലിപ്പും കാണില്ല. ഇപ്പോൾ ഞാൻ മുടി അഴിച്ചിടാൻ തന്നെ കാരണം അതാണ് കേട്ടോ. നോക്കിയപ്പോൾ എൻ്റെ ക്ലച്ചർ കാണാനില്ല, അതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്. അപ്പം ഇനി ഞാനിത് ചെയ്യാൻ പോകുന്ന മേക്കപ്പിലും ഒരു ക്ലച്ചറിൻ്റെ ആവശ്യമുണ്ട് ഹെഡ് ചെയ്യാനായിട്ട്. അപ്പോഴേക്കും അത് കണ്ടുപിടിക്കണം. നമുക്കപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കാൻ മതി. അപ്പോൾ ഇത് കുറച്ചും കൂടെ എളുപ്പമുണ്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ ലാക്മേൻ്റെ ഫൗണ്ടേഷനാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനങ്ങനെ അപ്ലൈ ചെയ്യാറില്ല, എൻ്റെ എല്ലാം വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല എന്ന്. പക്ഷേ നമുക്ക് ഇന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ അപ്ലൈ ചെയ്ത സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മേക്കപ്പ് കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഫസ്റ്റ് ലുക്കേ നമുക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് പോകും. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഞാൻ ഇതുപോലെ കുത്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ എടുത്തില്ല, അങ്ങനെ രീതിയിൽ എടുത്തിട്ടുള്ളൂ. ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മുടിയെല്ലാം വെട്ടിയിട്ടില്ലേ, ആ കൂടെ കിട്ടിയതാണ് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ മുടിയെല്ലാം ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ വെട്ടിയിടാനായിട്ട്. അപ്പോൾ അതും ഒന്ന് സെറ്റായിട്ടുണ്ട്. ഈക്വലി പ്രൊപ്പോർഷനിലായിരിക്കണം എല്ലായിടത്തും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ശരിയാവും, ഒരു സൈഡ് ശരിയാവില്ല, അങ്ങനത്തെ പ്രശ്നമെല്ലാം വരും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിട്ടാലും പൗഡറും കൂടെ ഇടണം കേട്ടോ, അതാണ് എനിക്കൊരു ഇഷ്ടമുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾ വിചാരിക്കില്ല ഇതെന്തിനാണ് ഇതെല്ലാം കൂടെ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് വീഡിയോ കാണുന്നവർക്ക് അറിയാം, ലാക്മേൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ കേട്ടോ ഇതാ. നമ്മളിപ്പോൾ എവിടെയും പോകാത്തതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഞാനാണെങ്കിൽ എന്ത് സാധനങ്ങളും തീർന്നിട്ടാട്ടോ വാങ്ങത്തുള്ളൂ, പുതിയതങ്ങനെ ഇടയ്ക്ക് പരീക്ഷിക്കാനൊന്നും നിൽക്കുന്നില്ല. പിന്നെ ഇങ്ങനെ ഓൺലൈനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഷോപ്പ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിങ്ങനെ നോക്കിയിരുന്ന് കണ്ടുപിടിക്കാനൊക്കെ എനിക്ക് മടിയാണ്. അപ്പോൾ എനിക്ക് വേറെ ഒന്നും ഞാൻ തപ്പി കണ്ടുപിടിച്ചിരുമ്പോഴേക്കും അതിൽ നല്ലതുണ്ടോ എന്ന് വിചാരിച്ചിട്ട് പോയിക്കളയും. മിക്കപ്പോഴും എനിക്ക് ഓൺലൈനിൽ വരുന്ന മിക്കപ്പോഴും ഫ്ലോപ്പായിരിക്കും, ബാക്കി എല്ലാവർക്കും നല്ലതായിരിക്കും, എനിക്ക് പൊട്ട സാധനം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഹോൾ വീഡിയോസ് കൂടുതലും കാണാറുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പറയാം. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരെണ്ണം ബുക്ക് ചെയ്തു മീഷോയിൽ നിന്ന്, പക്ഷേ എനിക്കത്ര സെറ്റായില്ല.
അവിടെ ഞാൻ റിട്ടേൺ അയച്ച് റീഫണ്ട് ആക്കി. അടുത്തത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഐബ്രോസ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. കാരണം എനിക്ക് ഐബ്രോസ് ഞാൻ ഇതേവരെ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് നിൽക്കും. പിന്നെ അത്യാവശ്യം എൻ്റെ ഐബ്രോസിന് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കട്ടിയും നീളമെല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഐബ്രോസ് ഒന്നും ചെയ്യാറില്ല. ഇനി നമുക്ക് കണ്ണെഴുതാം. ആ ഡാസ്ലറിൻ്റെ നമ്മുടെ ചെറിയ കുപ്പി ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. കുറച്ച് ഇല്ല ഉണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കാറില്ലല്ലോ ഒന്നും, അതുകൊണ്ട്. ഇപ്പം ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് മുകളിൽ മാത്രം എഴുതിയാലോ, നമുക്ക് മുകളിൽ മാത്രം എഴുതാം കേട്ടോ. ഞാൻ മുകളിൽ മാത്രം ഇതുവരെ അങ്ങനെ എഴുതിയിട്ടില്ല. എനിക്ക് എഴുതി വന്നു കഴിയുമ്പോൾ പിന്നെ താഴെയും കൂടെ എഴുതിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വലിയ ആളായിട്ട് എഴുതാനൊക്കെ പഠിച്ചത്. ഇതൊക്കെ ആദ്യം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് എഴുതാനൊന്നും പറ്റുന്നില്ല. ഇപ്പം തന്നെ എനിക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നില്ല. പറഞ്ഞ് പകുതിയെല്ലാം എഴുതിയിട്ട് ലാസ്റ്റ് ഫുൾ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കണ്ണ് വലുതായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഈ കണ്ണിൻ്റെ വാട്ടർ ലൈൻസിൽ അല്ലാതെ താഴെയും കൂടി എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് വലിപ്പം ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കണ്ണൊരു ബ്രൈറ്റൻ ചെയ്ത പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ കണ്ണൊന്ന് നമ്മളെന്താ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു നമ്മൾ ഇട്ടതിൻ്റെ ഭംഗി മനസ്സിലാവത്തുള്ളൂ. ഇനി അടുത്തത് ഞാനൊരു ലിപ് ലൈനർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു മെറൂൺ ഷെയ്ഡ് സൽവാറാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ മെറൂൺ ഷെയ്ഡിൻ്റെ തന്നെ ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിപ് ലൈൻസ് ഇടുമ്പോൾ നമുക്ക് ചുണ്ടിൻ്റെ വലുപ്പം അനുസരിച്ച് ഇടാം കേട്ടോ. ചിലർക്ക് ചുണ്ട് വലുതായിരിക്കും, ചിലർക്ക് ചുണ്ട് ഇല്ലായിരിക്കും. ചിലർക്ക് ചുണ്ട് നോർമലായിട്ടുള്ളവർക്ക് നമുക്ക് ആ ലൈൻസിൽ കറക്റ്റ് ഇടാം. ചിലപ്പോൾ ചുണ്ട് ഒരുപാട് വലുതായിട്ടുള്ള ആൾക്കാർ പിന്നെയും ലിപ് ലൈനർ ഇട്ട് എഴുതിയെടുക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വലുതായിട്ടിരിക്കുന്ന പോലെ തോന്നും. സോ അപ്പോൾ ലിപ് ലൈനർ, പിന്നെ ലിപ്സ് കുറവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് പുറത്തോടെ ഇട്ടിട്ട് എഴുതിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലുപ്പം തോന്നുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ലിപ് ഷെയ്ഡ് മെറൂൺ തന്നെയാണ് കേട്ടോ. ഇതാ എൻ്റെ കയ്യിൽ ഈ ലിപ് ഷെയ്ഡ് ഉള്ളൂ. ഇതൊരു മാറ്റ് ഫിനിഷിൻ്റെ അടിപൊളി ഷെയ്ഡാണ്. ഇത് എനിക്കിഷ്ടമാണ്. ഏത് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് മാച്ചാണ് ഈ ഒരു ലിപ് ഷെയ്ഡ്. ഇതാ യൂസ് ചെയ്ത് ഇത്രയും കൂടെ ഉള്ളൂ. ആ ലിപ്സ്റ്റിക്ക് ഇനി കുറച്ച് ഹെവി ആയിട്ട് ഇടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് അപ്പടി ഇങ്ങനെ ആക്കിയിട്ട് നിർത്തുകയാണ് ചെയ്യാറ്. ഞാൻ കുറച്ച് ഹെവി ആയിട്ട് ഞാൻ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ കറക്റ്റായിട്ട് ഇടുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പണിയേണ്ട വരില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കട്ടിയിൽ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധാ ഫംഗ്ഷനൊക്കെ പോയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കല്യാണത്തിനൊക്കെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. ലിപ്സ്റ്റിക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് പൊട്ട്. ഞാൻ പറഞ്ഞില്ല ഐബ്രോസ് ഞാനൊന്നും ചെയ്യാറില്ല. മെറൂൺ കളർ ഡ്രസ്സ് ആയതുകൊണ്ട് മെറൂൺ കളർ ഒരു പൊട്ടാണ്ട് ഞാൻ വെക്കുന്നതൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ ഒരു ഇതിങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി ഞാൻ ഡ്രസ്സ് കാണിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ഫേസിൽ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ മുടി സെറ്റ് ചെയ്യാറ്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര മനസ്സിലാവില്ല ഭംഗിയായോ അങ്ങനെ. കുറച്ച് കൂടിപ്പോയോ ലിപ്സ്റ്റിക്ക്. ഇതെന്താ പറയുക, ഇതൊരു സിമ്പിളാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ്. അങ്ങനെ എന്താ പറയുക, നമുക്ക് ഒരുപാട് ഓവറും അല്ല, അന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു എന്താ കളറ് നല്ല എല്ലാവർക്കും ചേരുന്നൊരു കളറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡ്. പിന്നെ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ തിളങ്ങി നിൽക്കുന്ന ടൈപ്പ് തുണിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിന് എനിക്ക് ആദ്യമായിട്ടാട്ടോ ഒരു സൽവാർ ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റ് ഫിറ്റിൽ കിട്ടുന്നത് കണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആണ്. പിന്നെ ആകെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫ്രണ്ടിൽ വർക്ക് കണ്ടോ. ഇവിടെ ഇത് ത്രെഡ് വർക്ക് പ്ലസ് ഒരു സ്റ്റോൺ വർക്ക്. സ്റ്റോണല്ല, ഒരു മുത്തുകളാണ് കേട്ടോ. ഇവിടെ കുറച്ച് സ്റ്റോണും ഉണ്ട്. അങ്ങനെയായിട്ടൊരു ഭയങ്കര ഫിനിഷിങ് ആയിട്ടുള്ളൊരു വർക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഡ്രസ്സ്. ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തു കേട്ടോ. ഇതിൻ്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ സൈഡിലൊരു സിബ് ഉണ്ട് കേട്ടോ. എനിക്കൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല ഈ ഡ്രസ്സ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കൈ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടില്ല. സ്ലീവ്ലെസ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടത്. ഇതിന് കൈ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് എനിക്ക് അറ്റാച്ച് ചെയ്യാത്തതാണ് ഇട്ടപ്പോൾ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാതെ ഇട്ടേ. സ്ലിറ്റെല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് ലോങ് ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് കുറച്ചൊരു ഇതായിരിക്കും. എനിക്കങ്ങ് താഴെ വരെയുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഈ സെയിം കളർ ദുപ്പട്ടയും പാൻസും എല്ലാം ഇതിൻ്റെ തന്നെ സെയിം കളറാണ് കേട്ടോ. ഇതാ ഈ ഒരു പാൻറ്റാണ് വരുന്നത്. ഈ സെയിം കളർ തന്നെ നമ്മുടെ സാധാ ചുരി ബോട്ടില്ലേ അത് തന്നെയാണ് വരുന്നത്. ചുളുങ്ങി അങ്ങനെ സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു ബട്ടൺസ് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് കാലിൻ്റെ ഇവിടെ
അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് നോർമലി ഒരു പാൻറ് ഇല്ലേ ആ ഒരു ഇതിൽ കറക്റ്റ് ആങ്കിൾ ലെങ്ത് പോലെ ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ചുരി ബോട്ടം പോലെയാണ് ഇട്ടത്. രണ്ടാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ചുരി ബോട്ടം ഇപ്പോൾ എന്താ നമുക്കിങ്ങനെ ഒരു ഔട്ട് ഓഫ് ഫാഷൻ ഒന്നും ആയിട്ടില്ല. ചുരി ബോട്ടം ഇങ്ങനെ നോർമലി ചില ഡ്രസ്സിനൊക്കെ ചുരി ബോട്ടാണ് ശരിക്കും ഭംഗി. പിന്നെ അതിൻ്റെ ഷോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെയിം കളർ അങ്ങനെ പ്ലെയിൻ ആണ് കേട്ടോ, ഒന്നും വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കണ്ടോ, ഇത്ര ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഒരുങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുടി സെറ്റ് ചെയ്യാം കേട്ടോ. മുടി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കെട്ടെല്ലാം കളഞ്ഞിട്ടുണ്ടാകുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം പിടിക്കും. ഇതാ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഇതാ ഈ സൈഡ് വെറുതെ നമ്മൾ മടക്കിയിട്ട് ക്ലച്ചിലിടില്ലേ, അപ്പം അത്ര ഞാൻ മുടി ചെയ്യുന്നുള്ളൂ. പിന്നെ ചോക്കർ, പിന്നെ തന്നെ മോതിരം ഇടാൻ പറ്റുമോ നോക്കട്ടെ. മറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിലും, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇടണം. ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഫ്ലാറ്റ് ഹീൽസ് എടുക്കുമ്പോൾ കറക്റ്റ് കാലിന് ചേരുന്ന അല്ലെങ്കിൽ ഡ്രസ്സിന് ചേരുന്ന ഒരു ഫ്ലാറ്റ് ഹീൽസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ ഫുള്ള് ഭംഗി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഫ്ലാറ്റ് ഹീൽസിൽ. സോ അപ്പോൾ ഹൈ ഹീൽസ് ആണെങ്കിൽ ആ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അല്ലെന്നുണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പൊക്കെ ബോഡിയുടെ ഒരു മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു വോക്കിംഗ് ഒക്കെ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈ ഹീൽസ്, കുറച്ചെങ്കിലും ഒരു ഹൈ ഹീൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നടുവേന കാര്യങ്ങളൊക്കെ ഉള്ളവർ എന്താ ഫ്ലാറ്റ് തന്നെ യൂസ് ചെയ്യുക. പക്ഷേ ഫ്ലാറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കാലിന് ചേർന്നത്, മറ്റൊരാൾ കണ്ടിട്ട് ഇടുന്നതിനേക്കാളും നല്ലത് നമുക്ക് ചേർന്ന സാധനങ്ങൾ ഇടുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമ്മളിരിക്കും. ഇനി അല്ല അയാളത് ചെയ്തു ഇയാളിത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ചെയ്യാൻ പോയിട്ടുണ്ട്, ചിലപ്പോൾ എനിക്ക് ആ ഭംഗി കിട്ടണമെന്നില്ല. സോ ഞാൻ എൻ്റെ കംഫർട്ടബിൾ ആയിട്ടല്ല ഞാൻ പോകുന്നതെന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആർക്കാണെങ്കിലും നമുക്കൊരു സുഖം ഉണ്ടാവില്ല. ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും ചിലപ്പോൾ ഒരു പൊട്ട ഡ്രസ്സായിരിക്കും, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താ നമ്മളത് ചൂസ് ചെയ്യായിരിക്കും നല്ലത്. നമ്മളപ്പോൾ എന്താ എലഗൻ്റ് ആൻഡ് കോൺഫിഡൻ്റ് ആയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യോ ഞാൻ നല്ലതല്ലേ, കൊള്ളില്ലേ അങ്ങനെ ടെൻഷൻ ഉണ്ടാവും നമുക്ക്. സോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്താണെങ്കിലും ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫൈനൽ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ചോക്ലേറ്റ് ഇട്ടതുകൊണ്ട് ഇത് അഴിച്ചിട്ടാണല്ലേ പറ്റത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫുൾ വർക്ക് കണ്ടോ. ഞാൻ ഉദ്ദേശിച്ചത് അത്യാവശ്യം ഹെവി ലുക്കിൽ പോകുമ്പോഴാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് പോകുമ്പോൾ ഇങ്ങനെ മാലയുടെയോ അങ്ങനത്തെ ആവശ്യമില്ലല്ലോ. ഈ സൽവാർ നമുക്ക് സിമ്പിളായിട്ടാണെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം. ഇതിൻ്റെ നൈറ്റ് ഫങ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു എന്താ, ഇതൊരു മിക്സ്ഡ് ആണോ ജോർജറ്റ്, കറക്റ്റ് ജോർജറ്റ് അല്ല, എനിക്ക് തോന്നുന്നൊരു മിക്സ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അടിപൊളി മെറ്റീരിയൽ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് അല്ലെങ്കിൽ നല്ല കറക്റ്റ് സ്റ്റിച്ചിങ്, ഫിനിഷിങ്ങിലുള്ള സ്റ്റിച്ചിങ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിരിക്കും. സ്റ്റിച്ചിങ് കറക്റ്റായി നമുക്ക് കറക്റ്റ് ഫിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇത്രയേ ഉള്ളൂ. ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റും ഷെയറും ലൈക്കെല്ലാം ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും വീഡിയോയിൽ പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ. കാരണം ഞാനങ്ങനെ വലിയൊരു ഫാഷൻ അറിയാവുന്ന ആളൊന്നുമല്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ. ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാം. ഇത് കുറച്ച് ഹെവിയാണ് കേട്ടോ. അതായത് നമ്മൾ കമ്മലും മാലയും അങ്ങനെയൊക്കെ ഞാൻ നോർമലി ഇങ്ങനെയൊന്നും അധികമൊന്നും അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. അതിന് ഞാൻ കുറച്ച് ഹെവി ആയാലും എങ്ങനെയാണെന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ട്രൈ ചെയ്തതാണ്. നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു എപ്പിസോഡായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ടാറ്റാ.